ഹായ് ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ച് കുറേ നാൾ കൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് കരുതി. പക്ഷേ ഫുള്ളും എടുക്കുന്നില്ല. ഒരു ഹാഫായിട്ടുള്ള ഒരു ഉച്ച വരെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് പല്ലൊക്കെ തേച്ചതിന് ശേഷം അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി പണിയെല്ലാം ഇട്ട് പോകാമെന്ന് വെച്ച്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ആർക്കും പോകണ്ടല്ലോ. ബാക്കി എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ. അവർ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീക്കാറുള്ളേ. അപ്പോൾ കട്ടൻ ചായ കുടിച്ച് അതിന് ശേഷം അപ്പം തന്നെ ഞാൻ വെള്ളം ചൂടാക്കാനുള്ള വെള്ളം വച്ചായിരുന്നേ. എപ്പോഴും രാവിലെ വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാമല്ലോ, പിന്നീട് നല്ലോണം തണുത്തിരിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിലോട്ട് ഞാൻ ശംഖുപുഷ്പമിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. അല്ലെങ്കിൽ പനിക്കൂർക്കയോ അല്ലെങ്കിൽ തുളസി ഇലയോ അല്ലെങ്കിൽ പേരയില, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഇലയിട്ട് മാത്രം നമ്മൾ ചൂടാക്കി കുടിക്കാറുള്ളൂ. ആദ്യമേ ശീലിച്ചൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാത്രമല്ല, തണുത്ത വെള്ളം അങ്ങനെ കുടിക്കാറില്ല. എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇങ്ങനെ കുടിക്കാറുള്ളത്. അത് കഴിഞ്ഞ ഉടനെ കാപ്പിക്കുള്ള തക്കാളിക്കറി ഉണ്ടാക്കുന്ന അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി അരിഞ്ഞ് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് അതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കടുകൊക്കെ വറുത്തതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട്. അപ്പോൾ ഇതിപ്പോൾ തക്കാളിക്കറി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയാത്തത് കേട്ടോ. അത് വഴണ്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് സവാള ഇടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ സമയം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഇതിപ്പം ഒന്ന് തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി ഇട്ടതിന് ശേഷം അതേ സമയം കൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ ജോലിയും തീരും, അതേപോലെ തന്നെ സമയവും ലാഭിക്കാം. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ ഞാൻ നേരത്തെ അടുപ്പിൽ വെച്ച വെള്ളം ഉണ്ടല്ലോ, ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളം ഒന്ന് തിളച്ചാന്ന് നോക്കാം കേട്ടോ. വെള്ളം തിളച്ച് നല്ലോണം ഒന്ന് അതിൻ്റെ ആ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലോണം ആ വെള്ളത്തിലോട്ടാകുമ്പോഴത്തേക്കാണ് നമ്മളത് എടുത്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാ പൂവിൻ്റെയും കളറൊക്കെ ഒന്ന് അതിലോട്ട് പിടിച്ച് അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം നമ്മൾ അരിപ്പ കൊണ്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കും കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കും കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ അടുപ്പിൽ തന്നെ അതിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വയ്ക്കാൻ കേട്ടോ. ഇപ്പം ഞാൻ മിക്കപ്പോഴും വെളിയിലാണ് വയ്ക്കുന്നത്. ഇപ്പം മഴയുള്ളത് കൊണ്ട് അവിടെയൊക്കെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചാൽ കത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ അകത്ത് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ ഇതിലോട്ട് വയ്ക്കുന്നതെന്ന്. എപ്പോഴും അടുപ്പിലുണ്ടാക്കിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ മൊരിഞ്ഞ് നല്ലോണം ഈ സൈഡ് ഭാഗമൊക്കെ നല്ല ചുമന്ന് വരുന്ന അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയാലേ ഞാൻ കഴിക്കാറുള്ളൂ. ഒന്ന് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ അടുത്ത അടുപ്പിലോട്ട് നേരത്തെ വെച്ചിരുന്ന തക്കാളിയും തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മുളകും മല്ലിപ്പൊടിയും എല്ലാം അങ്ങനെ ഇട്ട് എല്ലാം കൂടെ മസാലകളെല്ലാം ഇട്ട് അതേ സമയം തന്നെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ചോറൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ കുറച്ച് പണികളും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും എണീറ്റ് കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ്. പിന്നെ ചേട്ടന് അപ്പവും മീൻകറി. അപ്പോൾ എന്ത് കാപ്പി കൊടുത്താലും എൻ്റെ കൂടെ മീൻ വേണം കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ മീൻകറിയും അപ്പവും തക്കാളി കറിയും എല്ലാം കൂടെ കൊടുത്തായിരുന്നേ. ഇതേ സമയം കൊണ്ട് തന്നെ എനിക്ക് കറിക്കുള്ള മീൻ കിട്ടിയായിരുന്നു. നെത്തോലിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ ആക്കി. അതിന് ശേഷം നമ്മൾ മരിച്ചിനി ഉണ്ടല്ലോ, മരിച്ചിനി ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് ഇതേപോലെ വട്ടത്തിനാണ് ഞാൻ മരിച്ചിനി അരിഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം കുക്കറിലാണ് വെച്ചത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് 2-3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് എല്ലാ ജോലിയും തീർക്കാനും പറ്റും. അതിന് ശേഷം ഞാൻ അതിലോട്ട് അരപ്പൊക്കെ ഇട്ട് അതേപോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇതേപോലെ കുഴച്ചെടുത്ത് നല്ല വേവുന്ന മരിച്ചിനിയാണ്. അതേപോലെ തന്നെ പുളിശ്ശേരിയൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം കിച്ചൺ സ്ലാബൊക്കെ തുടച്ച് ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ചെയ്ത് തീർന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അമ്മ നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് എൻ്റെ അമ്മയുടെ വീട്. ആ സമയം കൊണ്ട് അമ്മ ബീഫൊക്കെ കൊണ്ടുവന്ന് ബീഫ് ഉണ്ടാക്കിയായിരുന്നു. ബീഫ് കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ബീഫ് കഴിക്കത്തില്ല കേട്ടോ. കാരണം എനിക്ക് ചൊറിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് ബീഫ് കഴിച്ചോണ്ട് ചൊറിച്ചിലും പുറമത്തും നീരൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ.